എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാക്കുറ അവളാണെങ്കില് ഒബീട്ടോടെ കണ്ണ് അത് കുത്തിയെടുക്കാനായി തുടങ്ങുമ്പോഴേക്കും മാതുര അവളുടെ അടുത്തേക്ക് വന്ന് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചാടി വീഴും. ഉടനെ ഒബീട്ടോ അവന്റെ പവർ ഉപയോഗിച്ച് അവളെ പെട്ടെന്ന് തന്നെ ഇപ്പൊ കാക്കാഷിയുടെ അടുത്തേക്ക് എത്തിക്കും. സാക്കുറ ചോദിക്കും, കാക്കാഷി മാസ്റ്റർ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് കാക്കാഷി പറയും, ആ മാതുര ഉച്ചിഹ അവൻ എൻ്റെ ഒരു കണ്ണ് അതുമായി കടന്നു കളഞ്ഞു. സാക്കുറ പറയും, കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിത് എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവളുടനെ കാക്കാഷി മാസ്റ്ററിന്റെ കണ്ണ് അത് ഹീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. കാക്കാഷി ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഒബീട്ടോ അവൻ എന്താ നിന്നോട് പറഞ്ഞേ? സാക്കുറ പറയും, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒബീട്ടോ അവനവന്റെ കണ്ണ് അതെന്നോട് തകർക്കാൻ പറഞ്ഞു. കാരണം അത് മാതുരയുടെ കയ്യിൽ കിട്ടിയ അവനത് ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ മാതുര അവൻ അവിടേക്ക് വന്നു. മാതുര എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ഒബീട്ടോ അവൻ കാമുയി എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റി ഈ ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് സംഭവിച്ചത്. സാക്കുറയാണെങ്കിൽ അതൊക്കെ ആലോചിച്ച് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കാക്കാഷി ചോദിക്കും, എന്തു പറ്റി? സാക്കുറ പറയും, എന്നെ കൊണ്ട് അവന്റെ കണ്ണ് അത് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇപ്പൊ സാക്ഷാൽ മാതുര കട്ട് ചെയ്താ ഇപ്പൊ മാതുര അവനാണെങ്കിൽ ഒബീട്ടോയെ അടിച്ച് പഞ്ചറാക്കി അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. എന്നിട്ട് ഫുൾ കലിപ്പില് അവനോട് ചോദിക്കും, ഞാൻ നിന്റെ ബോഡിയിൽ ഓൾറെഡി ഒരു സീലിംഗ് ഇട്ടിരുന്നതല്ലേ, നീ എങ്ങനെ അത് ബ്രേക്ക് ചെയ്തു? നിന്നെ കൊണ്ട് ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയില്ല, നീ ഇതാരെ കൊണ്ടാണ് ബ്രേക്ക് ചെയ്യിപ്പിച്ചത്? അതിന് ഒബീട്ടോ അവൻ പറയും, ഞാനിത് ബ്രേക്ക് ചെയ്യിപ്പിച്ചത് മറ്റാരെ കൊണ്ടുമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കക്കാഷി കൊണ്ട് തന്നെയാണ്. വേണമെന്ന് കരുതി തന്നെയാണ് ഞാനും അവനുമായിട്ട് ഫൈറ്റ് ഇട്ട് എന്റെ ഈ ഒരു സീല് അവനെ കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യിപ്പിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് കാക്കാഷി ആളുടെ ചിത്തോരി പവർ വെച്ച് ഒബീട്ടോയുടെ ബോഡിയിൽ സ്ക്രാച്ച് ചെയ്യും. ആക്ച്വലി അപ്പോഴാണ് ആ ഒരു സീലിംഗ് അത് ബ്രേക്ക് ആയത്. കട്ട് ചെയ്ത ഒബീട്ടോ അവൻ പറയും, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാക്കാഷിയെ ട്രിഗർ ചെയ്തത്, അവനെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഞാൻ ആ സീലിംഗ് ബ്രേക്ക് ചെയ്യിപ്പിച്ചു. ഇത്രയും കാലവും ഞാൻ നിന്റെ വേറൊരു ഒരു അടിമയായിട്ടാണ് ജീവിച്ചു വന്നത്, ഇനി അങ്ങനെ മുൻപോട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. അത് കേട്ട് മാതുര ചിരിക്കും. മാതുര പറയും, നീ എന്തൊക്കെ ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല, എന്റെ സീലിംഗിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലും പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അത് കേട്ട് ഒബീട്ടോ അവൻ ഷോക്കാവും. ഒബീട്ടോ ചോദിക്കും, രണ്ടുപേരോ? രണ്ടാമത്തെ ആള് അതാരാണ്? ഒബീട്ടോ വണ്ടടിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും ഒബീട്ടോയ്ക്ക് പിടികിട്ടുക അവൻ പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ഒബീട്ടോയെയും അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട റിന്നിനെ കുറിച്ചുമാണ് അവൻ സംസാരിക്കുന്നത്. മാതുര പറയും, റിന്നിനെ അന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിച്ചത് ഞാനാണ്, അവളെ സ്വയം ഒരാത്മഹത്യയിലേക്ക് നയിച്ചത് ഞാനാണ്, അതിന് കാക്കാഷിയെ തെരഞ്ഞെടുത്തതും എൻ്റെ ബുദ്ധി തന്നെ. അങ്ങനെ നടന്നാൽ മാത്രമേ നീ എൻ്റെ വരുതിയിൽ വരൂ, ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. തുടക്കം മുതൽക്ക് ഇതിന്റെ എല്ലാം പിന്നില് ഞാനായിരുന്നു. അത് കേട്ട് ഒബീട്ടോ അവൻ ഷോക്കാവും. ഹിഡൻ മിസ്റ്റിലെ ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവന്നതും കാക്കാഷിയെ അവിടേക്ക് എത്തിച്ചതും ഒക്കെ തന്നെ ഞാൻ തന്നെയാണ്. എന്റെ മുൻപില് ആ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാതുര പറയും. ആക്ച്വലി അന്ന് നിന്നെ വൈറ്റ് സെറ്റ്സോ അവൻ രക്ഷിച്ചതും എന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വൈറ്റ് സെറ്റ്സോ ഒബീട്ടോയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ രംഗം കാണിക്കും. പിന്നീട് കാക്കാഷി അവൻ റിന്നിനെ കൊല്ലുന്നതായിട്ടും അവർ ഒബീട്ടോയ്ക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കും. ഒബീട്ടോ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഒരുപാട് സങ്കടത്തില് ഒബീട്ടോ അതുപോലെ തന്നെ കാക്കാഷിയോടുള്ള ദേഷ്യത്തിലും അവനിപ്പോ റിന്നിന്റെ അടുത്തേക്ക് കടന്നു വരും. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് അവന്റെ ശരീരം കണ്ണ് അത് അവേക്കനാവുക. അവൻ റിന്നിനെ തൊട്ട് അവളുടെ അടുത്തേക്കിരുന്ന് ഇപ്പൊ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അവൻ റിന്നിനെ കെട്ടിപ്പിടിച്ച് പറയും, നിനക്ക് വേണ്ടി ഞാൻ പുതിയൊരു സമാധാനത്തിന്റെ ലോകം അതുണ്ടാക്കും, അവിടെ നമ്മളെല്ലാവരും സമാധാനത്തോടു കൂടെ ജീവിക്കും. കട്ട് ചെയ്താ ഇവിടെ ഒബീട്ടോ അവൻ ഫുൾ കലിപ്പില് മാതുരയോട് ചോദിക്കും, നീ എന്തിനാ ഇതിനു വേണ്ടി എന്നെ തന്നെ സെലക്ട് ചെയ്തത്? അതിന് മാതുര പറയും, ഉച്ചിയ ക്ലാനിലുള്ളവരിൽ വെച്ച് ഏറ്റവും നല്ല ആള് നീയായിരുന്നു, നിന്റെ മനസ്സ് വളരെ നല്ല മനസ്സാണ്, വളരെ എളുപ്പത്തില് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ നിന്റെ സ്ട്രെങ്തും ഞാൻ കരുതിയതിൽ വെച്ച് ഏറ്റവും കൂടുതലാണ്, ആ കാരണത്താലാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. ഇത്രയും നാളും ഞാൻ പറഞ്ഞതനുസരിച്ച് നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു, ഇനി ഒരേ ഒരു കാര്യം കൂടെ എനിക്ക് വേണം, നിന്റെ ലെഫ്റ്റ് കണ്ണ് അതുകൂടെ എനിക്ക് കിട്ടിയ ഞാൻ വളരെ ഹാപ്പിയാണ്. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ അവൾ കാക്കാഷിയോട് പറയും, ഉറപ്പായിട്ടും മാതുര അവന്റെ കണ്ണെടുക്കും, പക്ഷെ നറൂട്ടോ അവനവിടെ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും നറൂട്ടോ അത് തടയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നവൾ പറയുമ്പോഴേക്കും സാക്ഷാൽ നറൂട്ടോ അവനിപ്പോ അവരുടെ അടുത്തേക്ക് വരും.
നറൂട്ടോ കൂളായിട്ട് ഇപ്പൊ കാക്കാഷി സെൻസായുടെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരും. അതിനുശേഷം അവൻ കാക്കാഷിയുടെ കണ്ണിൽ തൊടും. അടുത്ത സെക്കൻഡ് കാക്കാഷിക്ക് നോർമൽ കണ്ണ് അത് തനിയെ ക്രിയേറ്റ് ആവും. അത് കണ്ട് എല്ലാവരും വണ്ടർ അടിച്ച് കുട്ടപ്പനെ തന്നെ നോക്കും. കുട്ടപ്പന്റെ പുതിയ പവറും പുതിയ എബിലിറ്റിയൊക്കെ കണ്ട് അവരെല്ലാവരും ഷോക്കാവും. കാക്കാഷിക്കാണെങ്കിൽ ഒരു സെക്കൻഡ് കുട്ടപ്പന്റെയും സാകുറയുടെയും സാസുകയുടെയും പഴയ കാലം ഓർമ്മ വരും. കുട്ടപ്പനോട് ചോദിക്കും, നിനക്ക് ഫ്യൂച്ചറിൽ ആരാവാനാണ് ഏറ്റവും ഇഷ്ടം, മാത്രമല്ല നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതെന്താണ്? അതിന് നറൂട്ടോ കുട്ടപ്പൻ പറയും, എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് വലുതാവുമ്പോൾ വലിയൊരു ഹൊക്കാഗെ ആവണം. അടുത്തതായിട്ട് കാക്കാഷി സാസുകയോട് ചോദിക്കും. അതിന് സാസുക പറയും, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ ലക്ഷ്യം അതൊരാളെ കൊല്ലുക എന്നതാണ്. അത് കേട്ട് അവരെല്ലാവരും ഷോക്കാവും. അടുത്തതായിട്ട് സാക്കുറ, അവള് പറയും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ ഒരാളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആളെ സ്വന്തമാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളിപ്പോ സാസുകയെ നോക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാക്കുറ അവൾ കുട്ടപ്പനെ നോക്കി പറയും, നറൂട്ടോ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്നിലിപ്പോ ഒരുപാട് മാറ്റം ഉണ്ടായി കഴിഞ്ഞു. നീ ഇപ്പോ ലീഫ് വില്ലേജിന്റെ അല്ല ഈ ലോകത്തിന്റെ തന്നെ ഹീറോ ആയിട്ട് മാറുകയാണ്. ഉറപ്പായിട്ടും നീ ഒരു ഹൊക്കാഗെയായി മാറും. അതുപോലെ തന്നെ സാസുകയുടെ മൈൻഡ് സെറ്റ് അതുപോലും നിന്നെ കൊണ്ട് മാത്രമാണ് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഉടനെ കാക്കാഷി മാസ്റ്റർ ആള് സാസുകയോട് ചോദിക്കും, സാസുക നിന്റെ ശരിക്കുള്ള ഡ്രീം അതെന്താണ്? അത് കേട്ട് സാസുക അവൻ പറയും, എന്റെ ലക്ഷ്യം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇപ്പോ നമ്മുടെ പഴയ ടീം അതൊന്നായിരിക്കുകയാണ്, അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് കാക്കാഷി പറയും, പഴയ ബെൽ മിഷൻ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് കേൾക്കേണ്ട താമസം കുട്ടപ്പൻ. അവൻ പറയും, ടീം വർക്ക് അതല്ലേ മാസ്റ്റർ ഉദ്ദേശിച്ചേ? ഇന്നു മുതൽ വീണ്ടും ഞങ്ങളുടെ ടീം വർക്ക് അത് ആരംഭിക്കുകയാണ്. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ മാധുരയും ഒബീട്ടോയും അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരിക. കാക്കാഷിക്കാണെങ്കിൽ മാധുരയെ കാണുമ്പോൾ തന്നെ പിടികിട്ടും, അവന് ആ രണ്ട് കണ്ണുകളും കിട്ടിക്കഴിഞ്ഞു. നറൂട്ടോ ഒബീട്ടോയെ കണ്ട് ഒബീട്ടോയുടെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. അതിന് മാധുര അവൻ ചിരിക്കും. മാധുര പറയും, നീ എത്രയൊക്കെ അവനെ വിളിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, അവനിപ്പോ എന്റെ ടീമാണ്. ഉടനെ ഒബീട്ടോയുടെ ബോഡിയിലുള്ള ബ്ലാക്ക് സെഡ്സു അത് പറയും, ഒബീട്ടോയെ മുഴുവനായിട്ടും ഞാൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഒബീട്ടോയുടെ നിലവിളി അതിപ്പോ എന്നെ കൊണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവൻ നിങ്ങളിലാണ് എല്ലാ വിശ്വാസവും അർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതേസമയം സാക്കുറ അവൾ പതിയെ പുറകിലേക്ക് നടന്ന് മുൻപോട്ട് നോക്കും. അപ്പൊ അവൾക്ക് സാസുകയെയും നറൂട്ടോയായിരിക്കും അവളുടെ മുൻപിൽ കാണാൻ കഴിയുക. അവൾ ഒരു സെക്കൻഡ് ഹൊക്കാഗെ ആലോചിച്ച് 100 സീലിംഗ് ജിപ്സു അത് അവളുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പവറായിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവൾ ഓടിപ്പോയി അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് നറൂട്ടോയും സാസുകയും കാക്കാഷിയും അവരൊരു സെക്കൻഡ് ഫ്രീസ് ആവും. അവൾ ഓടി ഓടി അവന്റെ അടുത്തെത്തുമ്പോഴേക്കും ഒരു റാഡ് അവൻ അവളുടെ ബോഡിയിൽ കുത്തി ഇറക്കും. മാധുര ഒരു സെക്കൻഡ് അവളുടെ മുഖത്തേക്ക് നോക്കും. അപ്പോഴായിരിക്കും ആ 100 ഹീലിംഗ് ജിപ്സു അവൻ ശ്രദ്ധിക്കുക. മുൻപ് ഹൊക്കാഗെ ആന്റിയും ഇതേ ജിപ്സു അവന് നേരെ പ്രയോഗിച്ചിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഈ ഒരു ജിപ്സു അതങ്ങനെ ഇവള് സ്വായത്തമാക്കി എന്നായിരിക്കും അവൻ ചിന്തിക്കുക. റാഡ് കൊണ്ട് കുത്തി ഇറക്കിയിട്ടും സാക്കുറ അവള് വിടാൻ തയ്യാറാവില്ല. അവള് വേദന കടിച്ചമർത്തി വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ മാധുരയാണെങ്കിൽ സാക്കുറയുടെ ഓരോ പഞ്ചും അങ്ങനെ വെട്ടിത്തെറിപ്പിച്ച് അവളെ തിരികെ അറ്റാക്ക് ചെയ്യും. ഉടനെ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ചാടി വന്ന് മാധുരയെ ചവിട്ടി ഇപ്പൊ സാക്കുറയെ തിരിച്ചെടുത്ത് അവിടുന്ന് പുറകിലേക്ക് പോകും. നറൂട്ടോ ടെൻഷനായി ഇപ്പൊ സാക്കുറയുടെ ബോഡിയിലെ ആ ഒരു റാഡ് അത് വലിച്ചൂരിയെടുക്കും. നറൂട്ടോ അവളുടെ കൈ പിടിച്ച് ചോദിക്കും, സാക്കുറ നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ പതിയെ തലയുയർത്തി സാസുകയെ നോക്കും. സാസുകയ്ക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അപ്പോഴായിരിക്കും അവൾ മറ്റൊരു കാര്യം കണ്ട് ഷോക്കാവുക. സാസുകയുടെ ഒരു കണ്ണ് അത് റെനീങ്ക കണ്ണായി മാറിയിരിക്കുകയാണ്. ഇവിടെ സാസുകയാണെങ്കിൽ അവന്റെ റെനീങ്ക പവർ ഉപയോഗിച്ച് മാധുരയെ ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും അവൻ കാണുക മാധുര അവന്റെ 4 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ മാധുര അവന്റെ പവർ എടുത്ത് ഇപ്പൊ താഴെ ഉണ്ടായിരുന്ന കല്ലുകളും പാറയും ഒക്കെ തന്നെ മുകൾ ലെയറിലേക്ക് അങ്ങനെ ഈസി ആയിട്ട് ഉയർത്താൻ തുടങ്ങും. സാസുകയാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പനോട് നിലവിളിച്ച് പറയും, നറൂട്ടോ അവൻ 4 ക്ലൗൺസിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉടനെ മാധുരയുടെ 4 ക്ലൗൺസും ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ പാഞ്ഞടുക്കും. കുട്ടപ്പനാണെങ്കിൽ അവന്റെ 4 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മാധുരയുടെ ക്ലൗൺസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത
ഇവിടെ നറൂട്ടോ അവനിപ്പോ റെസനഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് സാസുക അവൻ സുസാനെ ക്രിയേറ്റ് ചെയ്യും. സാസുകയും നറൂട്ടോയും അവരങ്ങനെ മുകളിലേക്ക് എടുത്തു ചാടി അവരുടെ പവർ ഉപയോഗിച്ച് ആ വലിയ പാറ കഷ്ണങ്ങള് അതൊന്നൊന്നായി തകർക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് മാതുരയെ കാണിക്കും. അവന്റെ തേർഡായി അത് ഓപ്പൺ ചെയ്യും. അതിൽ ആ ഇൻഫിനിറ്റി സുക്കിനോമി അത് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.